RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു എന്നുള്ള ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആളുകൾക്ക് പോലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എന്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആദ്യം നിങ്ങൾ ഇതിന്റെ ഡേറ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്ന് മുതലാണ് നമുക്ക് ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ മാസം 31-ാം തീയതി മുതൽ അതിന്റെ ഡേറ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 31-ാം തീയതി മുതലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാർച്ച് 3-ാം തീയതി, മാർച്ച് 2-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരം കൃത്യമായിട്ട് റെയിൽവേ എക്സാംസ് ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ഒക്കെ ഈ ഒരു എക്സാമിന് വേണ്ടി, അല്ലെങ്കിൽ മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത്. 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ്സും അതിൽ കൂടുതലുള്ള ഏതാളുകൾക്കും പറ്റും. 10ാം ക്ലാസ് ഉള്ളവർക്കോ പ്ലസ് 2 ഉള്ളവർക്കോ ഡിഗ്രി ഉള്ളവർക്കോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏറ്റവും മിനിമൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് കൂടി ശ്രദ്ധിക്കുക. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ വരുന്ന ആളുകൾക്കാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം എഴുതാൻ സാധിക്കുന്നത്. എന്താണ് ഈ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൽവേ എക്സാം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയായി മാറുന്നത്. അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. 22,000-ഓളം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏതാണ് എക്സാം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മാസം 31-ാം തീയതി മുതൽ ഒരു മാസം സമയം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതനുസരിച്ച് അത് കണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അടുത്തത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഏതൊക്കെയാണ് പോസ്റ്റുകൾ പ്രധാനമായിട്ടും വരുന്നത്. അതായത് ഇത്രത്തോളം പോസ്റ്റുകൾ നമുക്ക് RRB ഗ്രൂപ്പ് ഡിയിലുണ്ട്. ഒരുപാട്, നിങ്ങൾക്കറിയാലോ, റെയിൽവേ എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ പോസ്റ്റുകളുണ്ട്. ആ ചെറിയ ചെറിയ പോസ്റ്റുകളാണ് എന്തിനകത്ത് വരുന്നത്? RRB ഗ്രൂപ്പ് ഡിയിൽ വരുന്നത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്ത് എഴുതാൻ സാധിക്കുന്ന ഒരു വലിയ പരീക്ഷ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത്. ഈ എക്സാമിന്റെ പ്രത്യേകത, ഈ എക്സാം നമുക്ക് മലയാളത്തിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാൻ സാധിക്കുന്ന പരീക്ഷ. അതുകൊണ്ട് തന്നെ PSC നോക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ എക്സാംസ് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന രീതി PSCയുടെ ഒരു പ്രിപ്പറേഷൻ രീതി ആവരുത്. കാരണം ഞാൻ അതിന്റെ സിലബസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കൃത്യമായിട്ട് ഇതിന്റെ സിലബസ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ PSC നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചും വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷകൾ എന്ന് പറയുന്നത്. ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിരിക്കുന്നത് നമ്മുടെ ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന വേക്കൻസിയാണ്. ഏകദേശം 11,000-ഓളം അവസരങ്ങൾ ട്രാക്ക് മെയിൻ്റനർ എന്ന് പറയുന്ന പോസ്റ്റിന് വന്നിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് പോസ്റ്റുകൾ, ഒരുപാട് അസിസ്റ്റന്റ് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അസിസ്റ്റന്റ് പോസ്റ്റുകൾക്കാണ് ബാക്കിയുള്ള വേക്കൻസി വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 22,000 വേക്കൻസികൾ ഈ പറയുന്ന ഓരോരോ പോസ്റ്റുകൾ. അപ്പോൾ പോസ്റ്റുകൾ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. പോസ്റ്റുകളെ കുറിച്ച്, ഓരോ പോസ്റ്റുകളുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിൽ നിന്നാണ് നമുക്ക് ഏകദേശം 22,000-ഓളം അവസരങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ റെയിൽവേയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ ഈ ഓപ്പർച്യൂണിറ്റി ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കഴിഞ്ഞ വർഷം RRB ഗ്രൂപ്പ് ഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സാംസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെയാണ് ഇതാണ് വീണ്ടും അടുത്തൊരു നോട്ടിഫിക്കേഷൻ 22,000-ഓളം വേക്കൻസിയിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു അനാലിസിസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ 2018 കഴിഞ്ഞിട്ട് 2019 ഈ ടൈമുകളിൽ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എക്സാം നടന്നത് 2025-ലാണ്. ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ്. ഈ 2025 മുതൽ, അതായത് ഇപ്പം മുതൽ അവർ എല്ലാ വർഷവും റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷകൾ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് എല്ലാ വർഷവും. അപ്പോൾ ലാസ്റ്റ് വർഷം നമുക്ക് ഏകദേശം 32,438 വേക്കൻസി ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ആയതുകൊണ്ടാണ് എന്ത് വരുന്നത്? ഏകദേശം ഒരു 20,000-30,000 വേക്കൻസിയിൽ വരുന്നത്. സാധാരണ 1,00,000-ഓളം അല്ലെങ്കിൽ 50,000-ഓളം വേക്കൻസിക്കാണ് ബൾക്കായിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ എല്ലാ വർഷവും പരീക്ഷ നടക്കുന്നുണ്ട്. വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾക്ക് ഈ വർഷം എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു അവസരമാണ്. 2026
അതായത് ഈ വർഷം നടക്കാൻ പോകുന്ന പരീക്ഷയുടെ വേക്കൻസിയാണ് ഏകദേശം 22,000 വേക്കൻസി ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആണ്. അത് ഇനിയും കൂടാം. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് 22,000 ആണെങ്കിലും കുറച്ചുകൂടെ വേക്കൻസീസ് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എങ്കിലും നല്ലൊരു വേക്കൻസിക്കാണ് എന്ത് വന്നിരിക്കുന്നത്, റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു അനാലിസിസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കേണ്ടത്, ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, സാർ ഈ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്, പഠിക്കേണ്ട രീതി ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മെയിൻലി 4 സബ്ജക്റ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ഉള്ളത്? ജനറൽ സയൻസ് ഉണ്ട്, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ഇങ്ങനെ 4 സബ്ജക്റ്റുകളും 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുമാണ് വരുന്നത്. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 25 ക്വസ്റ്റ്യൻ വരുന്നത് സയൻസിൽ നിന്നുണ്ട്, 25 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നുണ്ട്, 30 ക്വസ്റ്റ്യൻ റീസണിംഗിൽ നിന്ന്, 20 ക്വസ്റ്റ്യൻ GK സൈഡിൽ നിന്നുണ്ട്. അങ്ങനെ ഏകദേശം 100 ക്വസ്റ്റ്യൻസും 100 മാർക്കും വരുന്നത്. ഇവിടെയാണ് ഞാൻ എന്ത് പറഞ്ഞത്, PSCയുടെ ലൈനിൽ നിന്ന് കുറച്ച് ചേഞ്ച് ഉണ്ട്. ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഒരിക്കലും ഈ എക്സാം കിട്ടത്തില്ല. നിങ്ങൾക്ക് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ RRB ഇതിന്റെ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ എക്സാംസ് നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എങ്ങനെങ്കിലും എക്സാം പോയി എഴുതിയാൽ പോരാ, നല്ല മാർക്കോട് കൂടി എക്സാം ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഈ എക്സാമിനെ മനസ്സിലാക്കി പഠിക്കണം. നോക്കൂ മക്കളെ, 25 എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്? സയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് 25 ക്വസ്റ്റ്യൻസ്, 25 മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏകദേശം റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻ. മാത്സും റീസണിങ്ങും കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കൂ, ഏകദേശം 55% മാർക്ക് ഈ പരീക്ഷയുടെ മാത്സും റീസണിങ്ങുമാണ്. PSC എടുക്കാൻ ഏകദേശം 10 മുതൽ 20% മാർക്ക് മാത്രമാണ് മാത്സ് റീസണിങ് കിടക്കുന്നത്. അപ്പൊ ഈ ഒരു അപ്രോച്ചിൽ പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കൃത്യമായി സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്ന മോഡ് മനസ്സിലാക്കി ആ രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, ഇപ്രാവശ്യത്തെ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം വരുമ്പോൾ ഈ ഒരു ലൈനിൽ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കട്ട് ഓഫ് ഒക്കെ അത്യാവശ്യം നല്ല കട്ട് ഓഫ് വരുന്ന പരീക്ഷയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതി മനസ്സിലാക്കി എന്ത് ചെയ്യണം, എക്സാമിന് പ്രിപ്പയർ ചെയ്യണം. ദിശ അക്കാഡമി ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു അപ്രോച്ചിൽ തന്നെ കുട്ടികളെ എന്ത് ചെയ്യുക, എക്സാമിലേക്ക് ഗൈഡ് ചെയ്യുക, അവരെ കറക്റ്റായിട്ട് റൂട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ദിശയുടെ റിസൾട്ടുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. GKയിൽ നിന്ന് ആകെ എത്ര മാർക്കേ ഉള്ളൂ? 20% മാർക്കാണ് GKയിൽ നിന്ന്. 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അപ്പൊ 100 ക്വസ്റ്റ്യൻസ് വരുന്ന 100 മാർക്ക് വരുന്ന പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത്, RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിയത്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എക്സാമിനെ സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൃത്യമായിട്ട് RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരും. ഓൺലൈനായിട്ട് നിങ്ങൾ കേരളത്തിനകത്തോ പുറത്തോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓഫ്ലൈനായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിശയുടെ 5 ബ്രാഞ്ചുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. എവിടെയൊക്കെയാണ്? ട്രിവാൻഡ്രമുണ്ട്, കൊട്ടാരക്കരയുണ്ട്, കൊല്ലമുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്. ഈ പ്ലേസുകളിലുള്ളവർക്ക് ഈ നമ്പറുകൾ, സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേസുകളിൽ പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുകയും ഡയറക്റ്റ് ആയിട്ട് ഈ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുമുള്ള ടൈമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ RRB ഗ്രൂപ്പ് ഡി റെയിൽവേയിൽ ഒരു സീരിയസ് ആയി ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ജാനുവരി 31 വരുന്ന നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. പരീക്ഷയ്ക്ക് നന്നായി സ്മാർട്ടായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം തന്നെ റെയിൽവേ എക്സാംസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.